കാത്തിരുന്നവന്റെ കടവുൾ ദാ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. PSC അങ്ങനെ ആകാംക്ഷകൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും വലിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ സ്വന്തം കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ ദാ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും അധികം അവസരങ്ങളോടെ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വെളിച്ചത്തോടു കൂടി ഒരവസരത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏക LGS പരീക്ഷയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നിയമനം നിങ്ങൾക്കറിയാം. 4000-ലധികം നിയമനം നടക്കുന്ന ഒരേ ഒരു ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ കഴിയുന്ന ഒരേ ഒരു ഏറ്റവും എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു പരീക്ഷ കമ്പനി ബോർഡ് LGS. അത് മാത്രമല്ല, വിട്ടുകളയാൻ ഒരു കാരണവശാലും പാടില്ലാത്ത പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ സാധ്യതകൾ എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന സുവർണ അവസരം എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ മുമ്പിലേക്ക് വൺ ടൈം സെറ്റിൽമെന്റോട് കൂടി എത്തുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ എന്ന് പറയുന്നത്. ദാ ഈ നമ്പർ മറക്കരുത്. നിങ്ങൾ നാളെ ജോലിക്ക് കയറുന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പറാണ് 423/2025 എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് ഫോണിന്റെയോ ലാപ്പിന്റെയോ അതോ ഏതെങ്കിലും UPIയുടെയോ ഗൂഗിൾ പേയുടെയോ പാസ്വേഡ് ആക്കി വെച്ചോ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാറ്റഗറി നമ്പർ ആകാൻ പോകുന്ന കേരള PSCയുടെ നമ്പറാണ് ഇത് എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം LGS വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആയി നിങ്ങൾക്ക് കയറാൻ കഴിയുന്നു. ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കയറുന്ന കോർപ്പറേഷനുകൾ അനുസരിച്ച്, നിങ്ങൾ കയറുന്ന കമ്പനികൾ അനുസരിച്ച്, നിങ്ങൾ കയറുന്ന ബോർഡുകൾ അനുസരിച്ച് അവിടെ സാലറിയിൽ വേരിയേഷൻ വരും എന്നുള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് അവിടെ പറയുന്നു. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തവണയും നല്ല ശതമാനം ആളുകൾക്ക് ജോലി ലഭിക്കുന്ന ഒരു പരീക്ഷയാകും. ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നിടുന്ന ഒരു പരീക്ഷ തന്നെയായിരിക്കും ഈ 423/2025 എന്ന് പറയുന്ന കമ്പനി ബോർഡ് LGS എക്സാം. അതുകൊണ്ട് വിട്ടുകളയരുത് പ്രിയപ്പെട്ടവരെ, വിട്ടുകളയരുത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ ലക്ഷ്യം അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷ. ഇനി ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും വലിയൊരു കാര്യം. 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യമോ ഉള്ള ആർക്കും ഈ പരീക്ഷ എഴുതാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഏതുവരെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഓർത്തൊന്നും എനിക്കത് അപ്ലൈ ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്ത് തല കുനിക്കണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പരീക്ഷ. നിങ്ങൾക്ക് പഠിച്ചെഴുതിയാൽ തീർച്ചയായിട്ടും അടിച്ചെടുക്കാൻ കഴിയുന്ന സുവർണ അവസരം. 7ാം ക്ലാസ് തത്തുല്യമുള്ള പരീക്ഷ, 18 മുതൽ 36 വയസ്സ് വരെയുള്ള പരീക്ഷ. വീട്ടിലിരിക്കുന്ന അമ്മമാരെ, ജോലി വേണമെന്ന് അവധിയായി ആഗ്രഹിക്കുന്ന ചേട്ടന്മാരെ, നിങ്ങൾക്ക് വീണ്ടും ഒരവസരം കൂടി കാലം തരുന്ന പരീക്ഷയാണ് ഇത് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാറ്റങ്ങളിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആധാർ കാർഡ് ID പ്രൂഫായിട്ട് ലിങ്ക് ചെയ്തിരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ഇനി മറ്റൊന്ന്, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾ മറക്കാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ മറക്കണം. കാരണം എന്നെ കേൾക്കുന്ന ലക്ഷ്യം അടിച്ചെടുക്കണം, രക്ഷപ്പെടണമെന്ന് ഹൃദയത്തിൽ തൊട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് ഈ നിമിഷം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കണം. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലടാ, നമ്മുടെ പുസ്തകത്തിൽ വേണ്ട. ഇപ്പൊ ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അവസാന നിമിഷം എന്ന് പറയുന്ന ഈ ദിവസം നമ്മൾ കാത്തിരിക്കരുത്. 3/12/2025 ബുധനാഴ്ച വരെ രാത്രി 12 മണി വരെ നമുക്ക് സമയമുണ്ടെങ്കിൽ കൂടി ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയണം നമ്മളെ കൊണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, ഒരുപാട് ആളുകൾ പറയും നീ ആ ബോർഡിൽ പോ, നീ ഈ കമ്പനി പോ, നീ മറ്റേ കമ്പനി പോ എന്ന്. അങ്ങനെയൊന്നുമില്ല.
candidates shall not have the right to choose a particular company, corporation, board or scale of pay എന്നുണ്ട്. അതായത് നമ്മളുടെ ഇഷ്ടത്തിനോ നമ്മളുടെ സൗകര്യത്തിനോ അനുസരിച്ചല്ല എന്ത് നൽകുന്നത്, നമുക്ക് ഏത് കോർപ്പറേഷൻ, ഏത് കമ്പനി, ഏത് ബോർഡ് എന്ന് തീരുമാനിക്കുന്നത്. അവിടെ ആദ്യം വരുന്ന വേക്കൻസി അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നത്. എവിടെ കിട്ടിയാലും നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുള്ള, നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു വരുമാന മാർഗം നിങ്ങളുടെ മുമ്പിലേക്ക് തെളിയിച്ചു തരുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അതാരും വിട്ടുകളയരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി എന്ത്, ഞാൻ ഇതൊക്കെ അറിഞ്ഞു സാറേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി വേണ്ടത് ഒരു പ്ലാനാണ്. ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്ലാൻ, നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി, നിങ്ങൾക്ക് ഒരു മൈൻഡ്, ഈ 3 കാര്യങ്ങൾ കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടത്. കാടടച്ച് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. അതായത് വ്യക്തമായി ഒരു പട്ടാളക്കാരനെ പോലെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അത് നടപ്പിലാക്കാൻ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി വേണം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്കൊരു ഉറച്ച മനസ്സുണ്ടോ എന്നുള്ളതാണ്. ആദ്യത്തെ 4 ദിവസം പഠിക്കുന്നവരെ അല്ല എനിക്ക് വേണ്ടത്. ആദ്യത്തെ 10 ദിവസം പഠിക്കുന്നവരെ അല്ല എനിക്ക് വേണ്ടത്. ആദ്യത്തെ 100 ദിവസം പഠിക്കുന്നവരെ അല്ല എനിക്ക് വേണ്ടത്. അവസാനം വരെ, പരീക്ഷ എഴുതി ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഒറ്റ മൈൻഡോടെ അടിച്ചെടുക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് വരുന്നവരെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ നിങ്ങളുടെ മൈൻഡ് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഒന്നാമത്തത് മാനിഫെസ്റ്റേഷൻ. ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരാൻ പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് നിങ്ങൾ കയറി ആ ടാഗ് നിങ്ങളുടെ കഴുത്തിൽ അണിയുന്ന ആ ദിവസത്തെ പറ്റി സ്വപ്നം കണ്ട് ഉണരാനും സ്വപ്നം കണ്ട് ഉറങ്ങാനും നിങ്ങളെ കൊണ്ട് കഴിയണം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും മഹനീയമായ സ്ഥാനം ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, കാരണം PSC അവരുടെ ട്രെൻഡ് മാറ്റി. അപ്പൊ PSCയുടെ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ കഴിയണം, പഠിക്കാൻ കഴിയണം. അതിനുശേഷം മോക്ക് എക്സാമുകൾ. എന്താണടാ? പരിശീലനം ചെയ്യാൻ കഴിയണം, അവലോകനം ചെയ്യാൻ കഴിയണം. നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണോ, നിങ്ങൾ പോകുന്ന പാത കറക്റ്റ് ആണോ എന്ന് പരിശീലിച്ച് അവലോകനം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതാണ് ആദ്യം വേണ്ടത്. ഇതിനെല്ലാം നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വേണ്ടത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തരുന്ന ഒരു സഹായിയാണെങ്കിൽ, നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് എത്തിച്ചു നൽകുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കേണ്ട നമ്പർ 82 81 22 33 66. ഓർത്തു വെച്ചോടാ, ഈ നമ്പർ 82 81 22 33 66 എന്ന് പറയുന്ന ഈ നമ്പർ മറക്കണ്ട. നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന, നിങ്ങളുടെ സ്വപ്നത്തെ അടിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരേ ഒരു നമ്പറാണ് 82 81 22 33 66 എന്ന് പറയുന്നത്. കാരണം ഞാനും സൂപ്പർ നോട്ട്സ് കംപ്ലീറ്റ് കുടുംബവും ഞങ്ങളെല്ലാവരും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കൈ പിടിച്ചുയർത്താനായിട്ട് ഏറ്റവും മനോഹരമായ ടോപ്പിക് ക്ലാസ്സുകൾ, ഏറ്റവും അത്യുഗ്രമായ നോട്ടുകൾ, മോക്ക് എക്സാമുകൾ, റിവിഷനുകൾ, പ്ലാനുകൾ, സ്ട്രാറ്റജികൾ, പഠിക്കേണ്ട രീതികൾ, മെന്റർഷിപ്പുകൾ. നിങ്ങളൊന്ന് വീണാൽ, നിങ്ങളൊന്ന് വാടിയാൽ കൈപിടിച്ച് നിങ്ങളെ മനസ്സിലാക്കി കൈപിടിച്ചുയർത്താൻ ഒരു കൂട്ടം അധ്യാപകർ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമും നിങ്ങൾക്ക് വേണ്ടി അണിനിരന്ന് നിൽക്കുമ്പോൾ ഇനി നിങ്ങൾ തളരരുത്, ഇനി നിങ്ങൾ പതറരുത്. ഓരോ ചുവടുകളും ഉറച്ചതായിരിക്കണം. 1-ാം ചുവട് മുതൽ 1000 ചുവടുകൾ വെച്ചാലും അടിപതറാൻ പാടില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ട്രിഡന്റ് ബാച്ചിലേക്ക് കണ്ണും പൊട്ടി ജോയിൻ ചെയ്യാം. കാരണം നിങ്ങളുടെ സ്വപ്നം
ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. ഇനി എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത്, LBW ആൻഡ് LBP, അതായത് ലേണിംഗ് ബേസ്ഡ് ഓൺ വെയിറ്റേജ്, അതായത് മാർക്കിനോ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠന രീതി. എവിടെ കൂടുതൽ മാർക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക, സിലബസിനെ അറിയുക. സിലബസിനെ അറിഞ്ഞതിന് ശേഷം എവിടെ കൂടുതൽ മാർക്ക് കിട്ടുന്നുവോ അവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇനി ലേണിംഗ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ടോപ്പിക്കുകൾ, കുറച്ചു പഠിച്ച് കൂടുതൽ നേടിത്തരുന്ന ടോപ്പിക്കുകൾ, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന, സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ടോപ്പിക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വരുന്ന കമ്പനി ബോർഡിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായും ജോലി ലഭിക്കുന്ന ഒരു റാങ്കിന്റെ അകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ അടിവരയിട്ട് നിങ്ങളോട് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇനി അറിയേണ്ടത് ഇവിടത്തെ മാർക്ക് എങ്ങനെയാണ് ഇവിടത്തെ രീതി എന്ന് പറയുന്നത്. 60 മാർക്ക് GK കൊണ്ടുപോകുമ്പോൾ 20 മാർക്ക് കറണ്ട് അഫയേഴ്സ്, 20 മാർക്ക് മാത്തമാറ്റിക്സ്. ഇവിടെ മാത്തമാറ്റിക്സ് കണ്ട ആരും പേടിക്കാൻ നിൽക്കണ്ട. ഏറ്റവും ലളിതമായി ഒരു 7ാം ക്ലാസ്സുകാരനോട് ചോദിക്കേണ്ട രീതിയിലേ അവിടെ ചോദ്യങ്ങൾ വരികയുള്ളൂ. കറണ്ട് അഫയേഴ്സും അതുപോലെ GKയും നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുക, ഈ 2 പോർഷൻ സ്ട്രോങ് ആണെങ്കിൽ തന്നെ 40 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ഇനി ഈ പോർഷനിൽ നിന്നും ഒരു 30 മാർക്കെങ്കിലും നിങ്ങൾക്ക് അടിക്കാൻ കഴിഞ്ഞാൽ 70 മാർക്ക്, നിങ്ങൾ ആ മാർക്കോട് കൂടി ജോലിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് തീർച്ച. അപ്പം ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റി എപ്പോഴും ധാരണ ഉണ്ടാകണം. നിങ്ങളുടെ ഓരോ ചുവടുകളും കൃത്യവും വ്യക്തവും ശക്തവുമായെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇനി അവസാനമായി മനസ്സിലാക്കേണ്ടത് പുതിയ SCERT, നോക്കുക, SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ, പുതിയ PSC ട്രെൻഡുകൾ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇത് 3ഉം കൂടി ചേർത്തുള്ള പഠന രീതിയായിരിക്കണം. PYQ വെച്ച് പഠിച്ച് പരീക്ഷയെ മനസ്സിലാക്കുക, അതുപോലെ SCERT വെച്ച് പഠിച്ച് തുടങ്ങുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആ നമ്പർ, നിങ്ങൾ ജോലിക്ക് കയറാൻ പോകുന്ന ആ നമ്പർ 82 81 22 33 66 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചോ. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ മനസ്സിൽ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവഗണനകൾക്കൊടുവിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഇനി നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പൊൻ വെളിച്ചവുമായി കമ്പനി ബോർഡ് LGS വന്നു കഴിഞ്ഞു. ഇത്തവണ കൈവിട്ട് കളയല്ലേ. നിങ്ങളെ വിശ്വസിച്ചവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർക്ക് വേണ്ടി, നിങ്ങളെ പുത്തിച്ച് തള്ളിയവർക്ക് വേണ്ടി, നിങ്ങളെ മാറ്റി നിർത്തിയവർക്ക് വേണ്ടി, നിങ്ങളെ അകറ്റി നിർത്തിയവർക്ക് വേണ്ടി നമുക്ക് നേടണം. ഇത്തവണ നമ്മൾ നേടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ കട്ടക്കുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഇനി പഠിക്കാം. അതിനായി തീർച്ചയായും നമ്മുടെ കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്തോ. ഉറപ്പിച്ച് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. വീണ്ടും കാണും വരേക്കും ടേക്ക് കെയർ, ബൈ.